ഞാൻ മഹിളാ മോർച്ചയുടെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം പ്രസിഡൻ്റാണ്. അപ്പം ഞങ്ങൾ ഇന്നലെ പെട്ടെന്നാണ് ഒരു ന്യൂസ് അറിയുന്നത്, നമ്മുടെ ഗതാഗത മന്ത്രി CP ജോൺ സ്ത്രീകളെല്ലാം ദരിദ്രവാസികളാണെന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ അമ്മയും സഹോദരിമാരും ഉണ്ടോ എന്നുള്ളത് ഇപ്പോൾ ഒരു സംശയത്തിലാണ്. കേരളത്തിലെ സ്ത്രീകളെക്കുറിച്ച് പറയാൻ ഇദ്ദേഹം എന്തോ അമേരിക്കയിലും ലണ്ടനിലും ആണോ ജനിച്ചത്? അപ്പം ഭരണം അറിയില്ലെങ്കിൽ വീട്ടിൽ ചെന്നിരിക്കുക, കേരളം ഭരിക്കാൻ വരണ്ട. ഞങ്ങളെക്കുറിച്ച് അധിക്ഷേപിക്കുന്നതിൽ സ്ത്രീജനങ്ങളെ മൊത്തമായി അധിക്ഷേപിച്ച ഇദ്ദേഹത്തിനെ എന്ത് ഉദ്ദേശത്തിലാണ് ഈ മന്ത്രി കസേരയിൽ ഇരിക്കുന്നതെന്ന് അറിയില്ല. ഇദ്ദേഹം എങ്ങനെ ഇനി മുന്നോട്ട് പോകും? ഇനി പ്രിയദർശിനി അങ്ങ് നിർത്തണോ? അതിനാണോ? നടക്കുന്നില്ലല്ലേ? വാഗ്ദാനങ്ങൾ മാത്രം മതിയോ? ഭരണം നടത്താൻ പറ്റുന്നില്ല, പിന്നെ എന്തിന് വാഗ്ദാനങ്ങൾ നൽകി? ഞങ്ങൾ ആരെങ്കിലും വന്ന് പറഞ്ഞോ, BJP-ക്കാരോ ആരെങ്കിലും വന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീജനങ്ങൾ ആരെങ്കിലും വന്ന് പറഞ്ഞോ ഞങ്ങൾക്ക് ഇത് തരാനായിട്ട്, വാഗ്ദാനങ്ങൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് ബസ് തരണമെന്ന്? ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ അറിഞ്ഞ് നിങ്ങൾക്ക് വോട്ട് കിട്ടാൻ, ഇതാണ് കപടത. വോട്ട് കിട്ടാനായിട്ട് വോട്ട് ബാങ്കിങ് എന്ന് പറയുന്ന സംവിധാനമാണ് ഈ നടക്കുന്നത്. നിങ്ങൾക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് എല്ലാ സ്ത്രീകളും, പൊതുജനങ്ങളോട് പറഞ്ഞ എല്ലാ സ്ത്രീകളുടെ വോട്ട് നേടുക, അതിന്മേൽ നിങ്ങൾക്കെല്ലാം വോട്ട് കിട്ടി നിങ്ങൾക്ക് ഭരണം എത്താൻ വേണ്ടിയിട്ട് കപട വാഗ്ദാനങ്ങൾ നൽകി. ഞങ്ങൾ ബസ്സിൽ മെയ് 15-ാം തീയതി ഞങ്ങൾക്ക് തരാം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 15-ാം തീയതി നോക്കിയപ്പോൾ കിട്ടിയില്ല. ഞങ്ങൾ കയറി അങ്ങ് സമരം ചെയ്തപ്പോൾ പിന്നെ മിക്കക്കള്ളി ഇല്ലാതായി. അങ്ങനെ പിന്നെ പെട്ടെന്ന് പിങ്ക് ബസ് പറഞ്ഞു. പിങ്ക് ബസ് ഇല്ലയെന്ന് ഞങ്ങൾ കണ്ട് മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞപ്പോൾ പിന്നെ അവസാനം പെട്ടെന്ന് ഓർഡിനറി ബസ്, അതിൽ പേര് പ്രിയദർശിനി. അങ്ങനെ ആ യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ പറയാണ് പ്രിയദർശിനിയിൽ കയറുന്ന സ്ത്രീകളെല്ലാം ദരിദ്രവാസികളാണ്. വലിയ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നു, പക്ഷേ ദരിദ്രവാസികളാണ് ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകളെന്ന്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നടവരാന്തേ കിടക്കുന്നതിന് കാരണം ആരാണ്? LDF UDF-ൻ്റെ ഈ ഭരണമാണ്. ഈ കേരളം ഇങ്ങനെ നശിക്കുന്നതിന് കാരണം UDF-ൻ്റെയും LDF-ൻ്റെയും ഭരണമാണ്. ഇത് മാറ്റിയേ പറ്റൂ. ഇന്നലെ ഞങ്ങൾ അവിടെ പ്രതിഷേധത്തിന് ഇങ്ങനെ പറഞ്ഞ ശേഷം, ദരിദ്രവാസികളാണെന്ന് പറഞ്ഞ ശേഷം ഞങ്ങൾ പ്രതിഷേധത്തിനകത്ത് അവിടെ എത്തിയിരുന്നു. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു പോലീസുകാരൻ എന്നോട് കണ്ടപ്പോൾ പറയും, ഞാൻ അങ്ങോട്ട് കയറിയപ്പോൾ പറയാണ്, ഇവിടെ പിടിച്ച് തൂക്കിയെടുത്ത് വണ്ടിക്കകത്ത് കയറ്റിയിടാൻ. കോഴിക്കുഞ്ഞും പൂച്ചക്കുഞ്ഞും അല്ലേ എന്നെയൊക്കെ എടുത്തെറിയാനായിട്ട്? കേരളത്തിലെ സ്ത്രീജനങ്ങൾ ഇങ്ങനെ തൂക്കിയെടുത്ത് എറിയാനാണോ ഈ പോലീസുകാർ ഇവിടെ നിൽക്കുന്നത്? ഇവർക്ക് ആരാണ് ഇങ്ങനെയൊക്കെ പറയാനുള്ള അവസരം കൊടുത്തത്? ഞങ്ങൾ കാര്യങ്ങൾ ചോദിച്ചറിയാൻ പോയതാണ്. എന്തിനിങ്ങനെ പറഞ്ഞു? സ്ത്രീജനങ്ങളെ മൊത്തം എന്തിനിങ്ങനെ പറഞ്ഞഴിച്ചു? അത് ചോദിക്കാൻ പോയപ്പോഴേക്കാണ് പറഞ്ഞത് എന്നെ പിടിച്ച് അകത്തിടാൻ. അപ്പം ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം കൂട്ടി നിന്ന് എന്നെ പിടിച്ച് വലിച്ചെടുത്തുകൊണ്ട് എന്നെ പിടിച്ച് അകത്തിടാൻ പറ്റില്ല. അകത്തിട്ടൊന്ന് നോക്കിയേ കാണാം. അപ്പം നിങ്ങളുടെ ഈ പൊള്ള ന്യായങ്ങൾക്ക് ഇവിടെ വിലയില്ല. ഞങ്ങളെപ്പോലുള്ളവർ ഇവിടെ നിൽക്കുന്നത് വെറുതെ അല്ല. ഞങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിച്ചിരിക്കുന്നു. പറയുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കണ്ടും അറിഞ്ഞും മാത്രം പറയുക. ഇല്ലാന്നുണ്ടെങ്കിൽ കേരളത്തിലെ മഹിളാ മോർച്ച ടീം, BJP മഹിളാ മോർച്ച ടീം പൂർണ്ണമായും സ്ത്രീകൾക്കെതിരെ വല്ലതും പറഞ്ഞാൽ അതിന് മഹിളാ മോർച്ച ടീം പൂർണ്ണമായും നിങ്ങൾക്കെതിരെ ശക്തമായി ഇറങ്ങിയിരിക്കും.